ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1732. ഇന്ന് സെപ്റ്റംബർ മാസം 27-ാം തീയതി. ഈ ആണ്ടിലെ 271-ാമത്തെ ദിവസത്തിലെത്തി. തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കാത്തവർ ആരാണ്? അറിഞ്ഞും അറിയാതെയുമൊക്കെ നിരവധി ഇടർച്ചകളിലൂടെ തന്നെയാണ് ഓരോരുത്തരുടെയും യാത്ര. തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ തെറ്റായി മാറുന്നത്. ഒന്ന് തിരിച്ചറിയണമെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. ഒന്ന് നിന്ന് പുറകോട്ട് നോക്കണ്ടേ, കൃത്യമായി ഒന്ന് വിശകലനം ചെയ്യണ്ടേ. എന്തുകൊണ്ടാണ് എന്റെയും ജീവിതത്തിൽ പറ്റാതെ പോകുന്നത്? അങ്ങനെ തിരുത്തലുകളൊക്കെ വരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ എന്തുമാത്രം ആശ്വാസം നിറഞ്ഞതായി മാറുന്നു ഓരോ മനുഷ്യ ജീവിതവും. പത്രോസിന്റെ ചോദ്യമുണ്ട് യേശുവിന്റെ അടുത്ത്. സഹോദരനോട് എത്ര വട്ടം ക്ഷമിക്കണമെന്നാണ് ചോദിക്കുക. 7 വട്ടം മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യേശുവിന്റെ മറുപടി അത് അനന്തമാണെന്നാണ്. അത് എണ്ണി എടുക്കേണ്ടതല്ല, എണ്ണി അവസാനിപ്പിക്കേണ്ടതുമല്ല. ഈ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ തെറ്റ് പറ്റിയവർക്കൊക്കെ ഒരു തിരിച്ചറിവുണ്ടാകുകയും ഒരു ഏറ്റുപറച്ചിലൊക്കെ ഒന്നുണ്ടാവണ്ടേ. നമ്മുടെ അടുത്തേക്ക് വരട്ടെ, നമ്മളോടെല്ലാം ഏറ്റുപറയട്ടെ എന്നൊക്കെ നമ്മളിങ്ങനെ വാശി പിടിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു തെറ്റുകളെ നമ്മൾ ഓർക്കാതെയും കാണാതെയും പോകുന്നുണ്ട്. അവയ്ക്കും വേണ്ടേ അർഹമായ ഏറ്റുപറച്ചിലുകൾ? ഏറ്റുപറച്ചിലുകള് എന്താണ് സമ്മാനിക്കാൻ പോകുന്നത് ഓരോരുത്തർക്കും? അതെന്തുമാത്രം സ്വാതന്ത്ര്യവും ആശ്വാസവുമാണെന്നറിയാം. അകപ്പെട്ടു പോയ തടവറയിൽ നിന്ന് ഒരു മോചനമാണ്. ശരിക്കും പറഞ്ഞാല് തെറ്റിന്റെ പരിണത ഫലത്തേക്കാൾ തിരുത്തലിന്റെ അനന്തര ഫലമാണ് തെറ്റ് ചെയ്യുന്നവർ മുന്നിൽ കാണേണ്ടത്. തെറ്റിന് ഒരു പരിണത ഫലമുണ്ട്. അതോർത്ത് നമ്മൾ ഭയപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടാവും പൊതുവെ ഒരു ഏറ്റുപറച്ചിലിനും മുതിരാത്തത്, തെറ്റിന്റെ പരിണത ഫലത്തെ ഓർത്തു. എന്നാൽ ഇനി ഓർക്കേണ്ടത് തിരുത്തലിന്റെ അനന്തര സാധ്യതകളാണ്. ഒന്ന് തിരുത്തി തുടങ്ങുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം എത്ര വലുതാണ്! തെറ്റിന്റെ കുറ്റബോധവും മറച്ചുവെക്കലിന്റെ സമ്മർദ്ദവും കൂടിച്ചേരുമ്പോൾ എന്റെ ജീവിതത്തിനകത്തെ സമാധാനവും സമനിലയുമാണ് നഷ്ടപ്പെടുന്നത്. അതൊന്ന് തിരിച്ചറിയട്ടെ. തുറന്ന് പറയുന്നതിലൂടെ, ഏറ്റുപറയുന്നതിലൂടെ എന്തുമാത്രം സ്വാതന്ത്ര്യമാണ് അനുഭവിക്കാനായിട്ട് എന്നെയും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനവന്റെ ജീവിതത്തിലെ തെറ്റുകളെ ഒന്ന് ഏറ്റുപറയാനും തിരുത്താനും പുതുതായിട്ടൊന്നുകൂടി നന്നായി കാര്യങ്ങൾ ആരംഭിക്കാനും ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.